എല്ലാവർക്കും നമസ്കാരം. ബൈനോക്കുലർ ടോക്സ് ഇന്നത്തെ യാത്ര ഉണ്ടല്ലോ, കുമളി. അതായത് കുമളിയിൽ നിന്ന് അണക്കര പോകുന്ന വഴിക്ക് അണക്കരയിൽ നിന്ന് നമുക്കൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്, പെരപ്പാറ. ഈ കുമളിലൊക്കെ പോകുന്ന അവിടെ നിന്നൊക്കെ പോകുന്ന എല്ലാ ജീപ്പുകാരോടും ചോദിച്ചാൽ ഇവർ സ്ഥലത്ത് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ പെരപ്പാറയിലൂടെ പോകുന്നത്. ഈ പോകുന്ന വഴി രണ്ട് സൈഡിലും റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. ഇത് മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയ സൈഡൊക്കെ കാണാൻ വണ്ടിയുടെ ഗ്ലാസ്സിൽ ചില വെള്ളമൊക്കെ വീണിരിക്കുന്നതുകൊണ്ടേ സൈഡൊക്കെ ചെറുതായിട്ട് കാണുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. വാഹനം ഇവിടം വരെ പോകത്തുള്ളൂ. ഇതേ ആ കാണുന്നത് അത് ചെമ്പകത്തറ വേൽമുരുക ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് നമ്മുടെ വണ്ടി പോകും. ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ പോകാൻ പാടും. കുറച്ച് ദൂരമുള്ളൂ അങ്ങോട്ട്. അത് ചെറിയൊരു ഓഫ് റോഡാണ്. അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തട്ടാതെ മുട്ടാതൊക്കെ ഇറക്കാം. ഇത് തമിഴ്നാടാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി റൈറ്റ് സൈഡ് തമിഴ്നാടും ലെഫ്റ്റ് സൈഡ് കേരളമാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന വ്യൂ പോയിന്റ് അങ്ങോട്ട് കയറുന്നിടത്ത് ഇത് തമിഴ്നാട് സർക്കാർ തന്നെ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചെങ്ങനെയാണ് കേട്ടോ. അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ബോർഡൊക്കെ മറിഞ്ഞു പോയി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വണ്ടിയൊക്കെ ഇട്ട് പോകുമ്പോൾ അവരുടെ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മളൊരു അനുവാദമൊക്കെ ചോദിച്ചിട്ടേ പോകാവുള്ളൂ. ഇത് നമ്മൾ ആ പെരപ്പാറ പോകുന്ന വഴി, പെരപ്പാറ എന്ന് അതിൻ്റെ പേര് പൊതുവേ പറയുന്നത് കേട്ടോ. പെരപ്പാറ പോകുന്ന വഴി ഒരു പാറയുണ്ട്, ഒന്ന് ആ പാറയിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇതിൽ രണ്ട് സൈഡും ഇല്ലിക്കട, വണ്ടി കയറി വരും. എന്നാലും അങ്ങനെ നമ്മൾ മഴയൊക്കെയാണ് തെന്നിത്തെറിച്ചിറങ്ങുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് കയറാത്ത കേട്ടോ. ഇത് കണ്ടോണേ. ഈ പാറപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ താഴെ കാണുന്നത് അപ്പം കാണാം. നീ കണ്ടോണം. ആ കാണുന്നതൊക്കെ തമിഴ്നാടാണ്. അതായത് ഗൂഡല്ലൂർ, കമ്പം, ആ ഭാഗങ്ങളൊക്കെ കാണുന്നത്. എന്ത് പറഞ്ഞു, ഇതെല്ലാം മലയുടെ അടിയിൽ വിരിച്ചിട്ടേക്കുന്നതാണ് തമിഴ്നാട് കിടക്കുന്നത്. കണ്ടോ, മഞ്ഞുണ്ട്, മഴയാണ്, ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കാണാം. 2-3 ദിവസമായിട്ട് ഇടുക്കി ജില്ല മൊത്തം മഴയായിരുന്നു. ഞങ്ങളെ വന്ന സമയവും മഴയായിരുന്നു. അത് ചെറുതായിട്ട് കാണുന്ന കേട്ടോ കൃഷി മേഖലകൾ കേട്ടോ. കാരണം പൊതുവേ ഇടുക്കി ജില്ലയുടെ ഒരു സൈഡും മേഖല അറിയാമല്ലോ, എല്ലാ സൈഡും തമിഴ്നാട് തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം ഈ ഭൂമിയുടെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. നിരന്ന ഒരു പ്രദേശങ്ങൾ, എല്ലാ ഭാഗത്തും ഒരു കൃഷിയുണ്ട്. അത് തെങ്ങുണ്ട്, വാഴയുണ്ട്, കടലയുണ്ട്, ബീൻസ് ഉണ്ട്, പൂക്കളുണ്ട്, ജമന്തി, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. ജമന്തി, അരളി ഒക്കെ ഉണ്ട്. നിരന്ന് കിടക്കണ തെളിച്ചിട്ട പേപ്പറൊക്കെ കൂട്ടിയിട്ടേക്കുന്ന ഭാഗം കാണുന്നില്ല, അത് മറ്റേ ഗൂഡല്ലൂരാണ് കേട്ടോ. പേപ്പർ ചുരുട്ടിയിട്ടേക്കുന്ന എല്ലാ കടകളും കാര്യങ്ങളൊക്കെയാണത്. നമ്മൾ പെരപ്പാറ എന്ന് പറഞ്ഞാൽ പെരപ്പാറ, അതായത് പാറയ്ക്കടിയിൽ ഒരു ഗുഹ പോലെ സ്ഥലം, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ നിന്ന് വീഡിയോ എടുത്ത അപ്പം കമ്പമൊക്കെ കാണിച്ച പാറയുടെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടോട്ട് ഇടുന്നതാണ്. വഴിയൊക്കെ ഉണ്ട് അവിടെ. മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ കാണും. പിന്നെ ഒരു കാര്യം വളരെ സൂക്ഷിച്ച് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന വഴിയിൽ നിന്ന് കാലെങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ ഓടുകയോ അങ്ങനെ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നല്ല താഴ്ചയിലോട്ടാണ് പോണേ. ഇത് താഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ തമിഴ്നാട്ടിലെ എല്ലത്തുള്ളൂ. നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ അരുവിക്കുഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അരുവിക്കുഴിയുടെ ഒക്കെ ആ സെയിം സൈഡ് തന്നെയാണ്, ഇതിൻ്റെയൊക്കെ സൈഡ് തന്നെയാണ് അരുവിക്കുഴി. ഈ പുല്ലുണ്ടല്ലോ, പുല്ല് കാലിൽ കൊണ്ടു കഴിഞ്ഞാലേ, ഈ പുല്ല് നന്നായിട്ട് കാലിൽ കൊണ്ടു കഴിഞ്ഞാൽ മുറിയും കേട്ടോ. നമ്മൾ മേച്ചിൽ പുല്ല് വരും. പണ്ട് വീടൊക്കെ മേയാനായിട്ട്, എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളുടെയൊക്കെ വീട് മേച്ചിപ്പുല്ല് കൊണ്ട് മേയാനായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ മേച്ചിപ്പുല്ല് ഓലയൊന്നും വെച്ച് ആരും വീടൊന്നും മേയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് മേച്ചിപ്പുല്ല് എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ നമ്മുടെ കാലിലും കയ്യിലും കൊണ്ടു കഴിഞ്ഞാൽ ഈ സാധനം കീറും. കൊണ്ടു കഴിഞ്ഞാൽ കാലും കൈയും കീറും. സാധനം കീറുമല്ല, കയ്യും കാലും കീറും. അതുകൊണ്ട് താഴ്വശം ഉണ്ടോ, നമ്മൾ അത്ര അടുത്തടുത്താണ് വരുന്നത്. തമിഴ്നാട് കാണത്തെങ്കിൽ വളരെ അടുത്തടുത്തോട്ട് നമ്മൾ വരുന്നത്. നമ്മൾ കയറാൻ പോകുന്ന പാറയാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ആ പാറയുടെ അടിയിലോട്ടാണ് പോകുന്നത്. ഈ സൈഡിൽ നിൽക്കുന്ന മരത്തേലൊക്കെ പിടിച്ചു പതുക്കെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. ഈ സൈഡ് വളരെ അടുത്താണ്. അതാ വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 10-20 അടി ഉള്ളൂ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴിയാണ്. അങ്ങോട്ട് എടുക്കാനും പറ്റത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലമില്ല. നമ്മൾ എവിടെ ചെന്നാൽ വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏത് ടൂറിസ്റ്റ് ഇങ്ങനെ വ്യൂ പോയിന്റുകൾ കാണാൻ പോയെന്ന് പറഞ്ഞാൽ ഏത് ടൂറിസ്റ്റ് വന്നാലും വളരെയധികം ശ്രദ്ധിച്ചോണം. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വരുന്നവർക്കും നമുക്കും അതെല്ലാം വലിയ വിഷയങ്ങളായി തീരും. ഇതുണ്ടല്ലോ, തലയിടിക്കാതെ നോക്കണം. ഇതാണ് പെരപ്പാറയുടെ തുടക്കം.
ഇങ്ങനെയാണ് പെരപ്പാറ എന്ന് പറഞ്ഞത്. ഇത് സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ. അതെന്നറിയോ, ഭാരതീയം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞങ്ങൾ കുഞ്ഞിലെ, ഞാനിവിടെ അടുത്ത താമസിച്ചോണ്ടിരുന്നത്. കുഞ്ഞിലെ ഭാരതീയം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അതിനകത്ത് മധുവാലിന്റെ ഒക്കെ തീവ്രവാദി സങ്കേതങ്ങളൊക്കെ ആയിരുന്നു ഇത്. ഇവിടൊക്കെ ആയിരുന്നു അവരുടെ തീവ്രവാദികൾ. മറ്റേ സുരേഷ് ഗോപിയാണ് നായകൻ. ഭാരതീയം കലാഭവൻ ഉള്ള ഒരു സിനിമയുണ്ട്. കുറേയൊക്കെ അതിന് ഷൂട്ട് ചെയ്ത. വേറെ എങ്ങനെ ഈ അടുത്തെങ്ങനെ സിനിമ അധികം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇത് കുറച്ചു ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി സൈഡിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. എല്ലാം ശ്രദ്ധിച്ചാണ്. ഇത് നമ്മുടെ കുഴിയാന ഫാമിലിയാണ്. കുഴിയാന ഫാമിലി പണ്ട് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവരെ കാണുന്ന ഇതുപോലത്തെ പാറക്കടിയിലൊക്കെ ചെല്ലണം. ഈ പാറയുടെ പൊക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതുണ്ടോ, നമ്മളാ നിൽക്കുന്നിടത്ത് ആ പാറയുടെ പൊക്കം കാണുന്നുണ്ടോ? ഒന്നോയും ഉയരത്തിലാണ് ആ പാറ നിൽക്കുന്നത്. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇറങ്ങി വരുന്ന സ്ഥലമല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വന്ന ഫാമിലി ആയിട്ട് വരാം. വന്ന് തമിഴ്നാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനൊരു ഇതുപോലെ മണ്ണ് മാറി ഇങ്ങനെ ഗുഹ പോലെ അല്ലെ പെര പോലെ നിൽക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറയിലൊക്കെ വന്നിരുന്ന് മഴയൊക്കെ കൊള്ളാതെ, ഇന്നത്തെ എത്ര മഴ പെയ്താലും നനയത്തൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ ഇന്ന് സൈഡിൽ കൂടെ ഒക്കെ വന്ന് ഈ ഇടയ്ക്കൂടെ ചാല് പോലൊക്കെ ഒന്ന് ഒഴുകി പോത്തുള്ളൂ. മഴവെള്ളമൊന്നും വീഴത്തൊന്നുമില്ല. ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഫോറസ്റ്റുകാരുടെ ഇതുണ്ടാവും. തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയയിലാണ്, അതുകൊണ്ട് അത് മാത്രം വളരെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട്. എട്ടാമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പെട്രോൾ അടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വണ്ടിയുടെ റിപ്പയറിങ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കേട്ടല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇവിടെ ഇങ്ങനൊരു വ്യൂ പോയിന്റ് കൂടെ ഉള്ളൂ. അതും ബൈനോക്കുലർ എല്ലാവർക്കും വേണ്ടി കാണിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ അടുത്ത ഒരു വ്യൂ പോയിന്റ് തേടിയുള്ള യാത്രയിലേക്ക്. ഇനി ഇടുക്കി ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാണുന്ന സ്ഥലങ്ങളും, നിങ്ങൾ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഞങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഈ യാത്ര ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോയാലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ കേട്ടോ. വളരെ സൂക്ഷിച്ച് വേണം. തലയിടിക്കും, ശ്രദ്ധിച്ചോണം. പിന്നെ നടക്കുന്ന സൈഡ് ശ്രദ്ധിച്ചോണം. താഴോട്ട് തെറ്റിപ്പോകരുത്. വളരെയധികം ശ്രദ്ധിച്ചേ പോകാവുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ പിടിച്ച് വളരെ സൂക്ഷിച്ചേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.